ഹലോ, ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് 2-3 മാസം മുമ്പുള്ളതാണ്. അപ്പോൾ അന്നത്തെ വീഡിയോസൊക്കെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്. അവിടെ രഥഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ്ഗോ സിറ്റിയിലൂടെ ഈ രഥം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു പാർക്കിൽ വന്ന് എല്ലാവരും കൂടെ ജോയിൻ ചെയ്യും. അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും നമ്മുടെ മക്കളും കൂടാണ് പോകുന്നത്. ഇന്ന് പിന്നെ നമ്മുടെ കാലാവസ്ഥ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വെയിലായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇറങ്ങിയത്. മഴയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല മടിച്ചേനെ. പറഞ്ഞില്ലേ ഈ വീഡിയോ എടുത്ത് 2-3 മാസമായിരുന്നു. ആ സമയത്ത് സമ്മർ ആരംഭിക്കുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ പാർക്കിലേക്ക് വരാനുള്ള ദൂരം. ഈ ഒരു പാർക്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. നല്ല അടിപൊളി എൻട്രൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ വിട്ടേക്കുന്നത് കാണാൻ. പിന്നെ നമ്മൾ ഇന്ന് വരാൻ കാരണം കുറേ ഇന്ത്യൻസിനെ കാണാൻ പറ്റുമല്ലോ. അത് ഒരു സ്ഥലത്ത് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ. എല്ലാം തമിഴും തെലുങ്കും നോർത്ത് ഇന്ത്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ രഥം. ഈ രഥമാണ് ഗ്ലാസ്ഗോ സിറ്റി സെൻറ്ററിലൂടെ അവർ വലിച്ച് കൊണ്ടുവന്ന് ഈ ഒരു പാർക്കിൽ കൊണ്ടെത്തിച്ചേക്കുന്നത്. ഇവിടെ ഓർമ്മ ശരിയാണെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ രാമയുടെ അവർ നടത്തുന്ന പ്രോഗ്രാമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറന്നുപോയി. ആ സമയത്ത് നല്ല ഓർമ്മയുണ്ട്. 2-3 മാസമായില്ലേ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഇവിടെ കുട്ടികളുടെ ഡാൻസും പാട്ടും അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ കാണാൻ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ കാണുന്നത്. പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവർ പ്രസാദമായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ടാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പ്രസാദം ആയതുകൊണ്ട് പിന്നെ കുറച്ച് നമ്മളും എല്ലാം വാങ്ങി. ചക്കര പൊങ്കൽ, പുലാവ്, അതുപോലെ തന്നെ ചന മസാല, ബജ്ജി, വട ഉണ്ടായിരുന്നു കേട്ടോ. അത് പായസം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. പാട്ടും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ സൗണ്ടും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. അങ്ങനെ ആർക്കും വിശപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാലും എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എല്ലാം കഴിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഐസ്ക്രീംകാരനെ കണ്ടത്. ഉടനെ പിന്നെ ഐസ്ക്രീം വേണമെന്നായി. പ്രസാദം കൊടുത്തപ്പോൾ ആർക്കും അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. പക്ഷേ ഐസ്ക്രീമിന് മാത്രം എല്ലാവർക്കും നല്ല വയറുണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ പിള്ളേരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ കളിക്കാൻ പോയി. പിന്നെ ഡിഫറെൻ്റായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ണിൽ പെട്ടത് കണ്ടില്ലേ. ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു പീസ് ഇളകിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ. നല്ല ഡിസൈനല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരവിടെ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്ക് പോയി കേട്ടോ. ചുമ്മാ എന്തായാലും ഇറങ്ങിയല്ലോ, എന്നാൽ പിന്നെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് പോകാമെന്നായി. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടെന്നില്ലാതെ നമ്മൾ നടന്ന് തുടങ്ങിയതാണ്. ശരി, നടന്ന് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഈ ഒരു ഷോപ്പിൽ എനിക്കൊന്ന് 20 പൗണ്ട്സിന് ഉള്ളിലുള്ള കുറേ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലാത്തത് കൊണ്ട് എല്ലാ ഷോപ്പിലും നമ്മൾ കയറി നോക്കി കേട്ടോ. പിന്നെ വശക്കുട്ടിക്ക് ഈ ബുക്കൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വായിക്കാനും നോക്കാനൊക്കെ ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. അങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ ആ ഒരു ഷോപ്പിംഗ് മോളിൽ കറങ്ങി നടന്നു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.